ഹായ് ഫ്രണ്ട്സ്, ബോളിവുഡിൽ നിന്നുള്ള ഒരു പാട്രിയോട്ടിക് ഫിലിം കാണാൻ പോകുമ്പോൾ ഒരാളുടെ പൊതുവെയുള്ള എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? പാകിസ്ഥാനെതിരെയുള്ള ഭയങ്കരമായ ഹെയ്റ്റ്, കുറെ ഇസ്ലാമിക് തീവ്രവാദികൾ, അതിൽ തന്നെ ഇന്ത്യൻ ആർമിയിലെ ആൾക്കാരെ നിഷ്ഠുരം കൊല ചെയ്യുന്ന റൂത്ത്ലെസ് വില്ലന്മാർ. പക്ഷേ സ്കൈ ഫോഴ്സ് എന്നുള്ള പുതിയ റിപ്പബ്ലിക് ഡേ റിലീസായെത്തിയ ബോളിവുഡ് ഫിലിം ഈ ക്ലീഷകളെ ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്തൊരു സിനിമയാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ ഇന്ത്യയുടെ ഒരു എയർബേസ് പാകിസ്ഥാൻ ആക്രമിക്കുന്നു. തുടർന്ന് സെൻട്രൽ പാകിസ്ഥാനിലെ സർഗോദ എയർബേസ് ഇന്ത്യ ആക്രമിക്കുന്നു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഹൂജിയുടെ നേതൃത്വത്തിലുള്ള ടൈഗർ എന്നുള്ള ഒരു റെജിമെന്റ് ആണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 10-15 ആൾക്കാരുണ്ട്. അതിലുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസറാണ് വിജയ. ഈ രണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റനും ഓഫീസറും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷനും അതേസമയം യുദ്ധമുഖത്ത് അവരുടെ പോരാട്ട വീര്യവും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് സ്കൈ ഫോഴ്സ്. ഇതൊരു ഏരിയൽ ആക്ഷൻ ബേസ്ഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഫൈറ്റർ എന്നുള്ള ഹൃത്തിക് റോഷൻ ഫിലിമായി ഇതിന് കുറെ കമ്പാരിസൺസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫൈറ്റർ ഒരു സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് ഫിലിമാണ്. അവിടെ ഫോക്കസ് കിട്ടിയിരുന്നത് ഹൃത്തിക് റോഷൻ, ദീപിക പദുക്കോൺ ഇവരുടെ സ്റ്റൈലിനായിരുന്നു. പക്ഷെ ഏരിയൽ ആക്ഷൻ ഒക്കെ വളരെ നന്നായിരുന്നു ഫൈറ്ററിൽ. സ്കൈ ഫോഴ്സിലെത്തുമ്പോൾ സബ്സ്റ്റൻസ് ഓവർ സ്റ്റൈലാണ്. ഇവിടെ അക്ഷയ് കുമാർ, വീർ പഹാരിയ ഇവരുടെ ആക്ടിങ് കമ്പയർഡ് ടു ഹൃത്തിക് റോഷൻ, ദീപിക പദുക്കോൺ എന്നിവരുടെ ആക്ടിങ് ഫൈറ്ററിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു എഡ്ജ് സ്കൈ ഫോഴ്സിന് തന്നെയാണ്. അതുപോലെ കൂടുതലും ആ ഒരു മാച്ചോയിസത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല സ്കൈ ഫോഴ്സ്. സ്കൈ ഫോഴ്സിന്റെ ആദ്യ പകുതി ഫുൾ ഓഫ് ഏരിയൽ ആക്ഷൻ സീനുകളാണ്. അതിൽ പ്രാക്ടീസ് സീനുകളുണ്ട്, ട്രെയിനിങ് സീനുകൾ, തുടർന്ന് ഇന്ത്യയുടെ എയർബേസ് പാകിസ്ഥാൻ ആക്രമിക്കുന്ന സീനുകളുണ്ട്, തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങളും ഉണ്ട്. അതൊക്കെ പക്ക എൻഗേജിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്റർവെല്ലിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇന്റർവെൽ ആയോ എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. കൂടാതെ സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ 5 മിനിറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എവിടെയും ഒരു തരത്തിലുള്ള ഡ്രാഗിങ്ങും നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ നമ്മൾ പ്രതീക്ഷിച്ചത് കൂടുതൽ യുദ്ധരംഗങ്ങളും അതിഗംഭീരമായ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ്. പക്ഷേ അവിടെയാണ് സ്കൈ ഫോഴ്സ് വ്യത്യസ്തമാകുന്നത്. ഇവിടെ ഈ രണ്ട് മുമ്പ് പറഞ്ഞ ഓഫീസേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷൻസ് ആണ് മുൻപന്തിയിലേക്ക് വരുന്നത്. ഒരു ആക്ഷൻ ജോണറിൽ നിന്ന് ഒരു ഡ്രാമ ജോണറിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് പോസിറ്റീവായുള്ള മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഭയങ്കരമായ പാട്രിയോട്ടിസം പ്രതീക്ഷിച്ച് പോകുന്നവർക്കൊരു നിരാശയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ഒരു മാറ്റം സിനിമക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ അക്ഷയ് കുമാർ അദ്ദേഹമാണ് ഈ സിനിമയെ ഷോൾഡർ ചെയ്യുന്നത്, അതിലൊരു സംശയവും ഇല്ല. 1965 മുതൽ 84 വരെയുള്ള കാലഘട്ടം കാണിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിന്റെ മെച്യൂരിറ്റി എങ്ങനെ കൂടുന്നു, അദ്ദേഹത്തിന്റെ മേക്കപ്പ്, അവസാനം കുറച്ച് നരച്ച മുടികൾ, അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരെ ഏജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല സിനിമകളിലും കാണുന്നത് പോലെ, പോലീസ് സിനിമകളായിക്കോട്ടെ ആർമി സിനിമകളായിക്കോട്ടെ, സീനിയേഴ്സിനോട് 2 ഡയലോഗ് അടിച്ച് ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഹീറോ അല്ല ഇതിൽ അക്ഷയ് കുമാറിന്റെ അഹൂജ എന്നുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ കഥാപാത്രം. അദ്ദേഹം സീനിയേഴ്സ് പറയുന്നത് കേട്ട് അമർഷമുണ്ടെങ്കിൽ കൂടി അത് ഉള്ളിലൊതുക്കി എങ്ങനെ മെച്യൂറായി ബിഹേവ് ചെയ്യാം എന്നുള്ള ഒരു ലീഡറിന്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത്. അതേസമയം ഡെബ്യൂട്ടൻ വീർ പഹാരിയ അഗ്രസീവായ ഒരു ഓഫീസറാണ്. ആക്ടിങ്ങിലാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു മികച്ച പെർഫോമൻസ് നടത്തിയാൽ എനിക്ക് തോന്നിയില്ല. ഒരു പുതുമുഖത്തിൻ്റെതായ വീക്ക്നെസ്സുകളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയെ പിറകിലോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മറ്റുള്ള 3 മെയിൻ കഥാപാത്രങ്ങൾ, ഒന്ന് ശരത് കേൽക്കർ, അദ്ദേഹം നമുക്കറിയാം വളരെ മികച്ച നടനാണ്. കുറഞ്ഞ സ്ക്രീൻ ടൈമിൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ അക്ഷയ് കുമാറിന്റെ ഭാര്യ എത്തുന്നത് നിമ്രത് കൗർ. ഇവർ മുമ്പ് അഭിനയിച്ച സിനിമ എയർലിഫ്റ്റ്, അതിനെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം. സാറ അലി ഖാൻ മോശമില്ല, അവർ എപ്പോഴും ചെയ്യുന്നത് പോലെ അങ്ങനെ വളരെ മോശമാക്കി എന്നല്ല, ഓക്കെ പെർഫോമൻസ്. ഏരിയൽ ആക്ഷൻ സീനുകൾ എടുത്തു കഴിഞ്ഞാൽ ഫൈറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അതിന് തുല്യമായ രീതിയിൽ തന്നെ സ്കൈ ഫോഴ്സിന്റെ ടീമും എടുത്തിട്ടുണ്ട്. പക്ഷേ ബഡ്ജറ്റ് കുറവാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. ബോളിവുഡിൽ കാലാകാലങ്ങളായി ഇറങ്ങുന്ന രാജ്യസ്നേഹം ബേസ് ചെയ്തുള്ള പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്കൈ ഫോഴ്സ് വേറിട്ട് നിൽക്കും എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിൽ കോയിൻസിഡൻസ് ആയി വരുന്ന ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞത്, അക്ഷയ് കുമാർ, നിമ്രത് കൗർ എന്നിവർ ഒന്നിച്ച എയർലിഫ്റ്റ് 2016 ജനുവരി 22 റിലീസ് ചെയ്തത്. അതിൻ്റെ റിലീസിന് ശേഷം അക്ഷയ് കുമാറിന് കിട്ടിയത് 12 തുടർച്ചയായ ഹിറ്റുകളാണ്.
കോവിഡിന് ശേഷം സൂര്യവംശി, OMG2 എന്നീ 2 ഹിറ്റുകൾ മാത്രമാണ് അക്ഷയ് കുമാറിന് ഉണ്ടായത്. 2016-19 അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരു ഡ്രീം റൺ റിപ്പീറ്റ് ചെയ്തേക്കാം എന്നുള്ള ഒരു സിഗ്നലാണ് സ്കൈഫോഴ്സിലൂടെ അക്ഷയ് കുമാർ ആൻഡ് ടീം നമുക്ക് മുമ്പിലേക്ക് തരുന്നത്. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് മാഡോക് ഫിലിംസ്, ദിനേശ് വിജൻ എന്നുള്ള ഒരു യങ് പ്രൊഡ്യൂസറാണ്. അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആഫ്റ്റർ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ്. ബോളിവുഡ് ഹൊറർ യൂണിവേഴ്സിലുള്ള പടങ്ങൾ സ്ത്രീ, സ്ത്രീ 2, പേടിയ, മുഞ്ചിയ, അതിൽ പെടാത്തൊരു ഹൊറർ പടം റൂഹി, പിന്നെ ഹിന്ദി മീഡിയം, അംഗ്രേസി മീഡിയം, ലുക്കാ ചുപ്പി, ബദ്ലാപൂർ, ഇങ്ങനെ ക്വാളിറ്റി പടങ്ങൾ ഇറക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് മാഡോക് ഫിലിംസ്. അതുകൊണ്ട് തന്നെ സ്കൈഫോഴ്സ് കാണാനുള്ള ഒരു ത്വര എനിക്കുണ്ടായിരുന്നു.